അതിൽ കൂട്ടത്തിൽ ഒന്ന് രണ്ടാളുകൾ പേരോടിന്റെ പ്രസംഗം കേട്ടിട്ട് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എന്റെ പണി എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ഖണ്ഡനം പറയലാണ്. ഇപ്പൊ കൈ നെഞ്ചത്ത് കെട്ടണം, അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച വന്നു ഞങ്ങളുടെ കുട്ടികൾക്കിടയിൽ. അങ്ങനെ സമാജത്തിന് തമിഴില് മണ്ഡ്ര എന്ന് പറയാം. അതിൽ എന്ത് ചെയ്യാ, നമ്മൾക്ക് സമാജത്തിന് അവസരമുണ്ട്, ആ സമയത്ത് വേണമെങ്കിൽ ആൾക്ക് പ്രസംഗിക്കാം. അപ്പൊ അസറത്ത് കുറെ ദൂരം അപ്പുറത്ത് റൂമിന്റെ വാതിക്കൽ ഇങ്ങനെ കാലിൽ നീട്ടോടിയിരിക്കും. അങ്ങനെ ഒരുത്തം കയറിയിട്ട് പ്രസംഗിച്ചു. പേരോടിന്റെ ആസിറ്റീസ് പ്രസംഗം അങ്ങനെ തന്നെ കണ പിടിച്ചിട്ട് പ്രസംഗിക്കാം. അപ്പോൾ കൈ കെട്ടണം, ഇങ്ങനെ കൈ കെട്ടേണ്ടത് ബുക്കളുടെയും നെഞ്ചിന്റെയും ഇടക്കാണ് വയറ്റിൽ കൈ കെട്ടുക എന്നുള്ളത്. അത് അലാ സുദുരിഹി എന്നുള്ളത് എന്താണ്, തഹത്ത സുദുരിഹി, തഹത്ത എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ ഇയാണ് വിശദീകരിക്കാം. അപ്പൊ ഞാൻ സ്വാഭാവികമായി ഹദീസ വിഷയത്തിൽ നെഞ്ചിലാണ് കൈവെക്കേണ്ടത്. ഗ്രന്ഥങ്ങളായ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് നെഞ്ചിൽ കൈവെക്കണം എന്ന് പറഞ്ഞു, നെഞ്ചിന്റെ താഴെ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രന്ഥങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തഹത്ത കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. എന്ത് കാണുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ പറഞ്ഞ ഉദ്ദേശം എന്ന് പറയാം. തഹത്ത സുദ്രിഹി എന്ന് പറഞ്ഞ ഉദ്ദേശ്യം എന്താന്ന് വെച്ചാൽ ആ കൈ രണ്ടും ഹൃദയത്തിന്റെ മേലാവണം, അശറഫുല്ലാഹിന്റെ മേലെ ആവണം എന്നതാണ് അതിന്റെ ഉദ്ദേശം. അപ്പം ഉറപ്പാണ് ഹൃദയത്തിന്മേൽ കൈവെക്കണം എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഈ എന്റെ കൂടെ പഠിക്കുന്ന ഇയാള് പ്രസംഗിച്ച് ഒരു അല എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിന്നെ യുംന അലൽ യുസ്ര എന്നിട്ട് പറയും യുംന അലൽ യുസ്ര ഒരു അല കിട്ടി. പിന്നെ അല സുദ്രിഹി ഒരേ വിഭാരത്തിൽ 2 പ്രാവശ്യം അല പ്രയോഗിച്ചിട്ടുണ്ട്. ഇയാള് ബുദ്ധി പോലും കൊടുത്ത് ചിന്തിക്കാതെ, ഒരു ബുദ്ധി ഒന്നും കൊടുത്ത് ചിന്തിച്ചാൽ ഒരു നേരം ആലോചിച്ചാൽ മതി, ആലോചിക്കാതെ ഈ പേരോടിന്റെ പ്രസംഗം അങ്ങനെ തന്നെ തൊള്ളാന്ന് ഞാൻ പറയാറില്ല, വിളിച്ചു പറയാറില്ല. അപ്പൊ ഞാൻ മറുപടി പറയുന്നതാണ്. മറുപടിയിൽ ഞാൻ ഹദീസ് ഉദ്ധരിച്ചു. എന്നിട്ട് ശേഷം ഞാൻ പറഞ്ഞു ഒരേ ഒരു പദത്തിൽ ഒരേ ഇബാറത്തില് 2 അല വരും. ഒന്നിന് ഇസ്തിഅലാന്റെ മാന, ഇസ്തിഅല എന്ന് പറഞ്ഞാൽ മേലെ വെക്കുക എന്നൊരു മാന. രണ്ടാമത്തേന് തഹത്ത എന്ന മാന, തഹത്ത് പറഞ്ഞാൽ താഴെയാക്കാം. അതെങ്ങനെയാ വരിക? ഒരു ഇബാറത്ത് 2 അലക്ക് ഒരേ വിഷയം പറയുന്ന 2 അല, അതിൽ ഒരിടത്ത് തഹത്തും ഒരിടത്ത് ഇസ്തിഅല എന്ന് അർത്ഥം പറഞ്ഞു. കരീനത്ത് വേണം. ഇങ്ങനെയാണ് ഇവിടെ തഹത്ത് എന്ന് പറഞ്ഞ കാരണം ഉണ്ടെന്നുള്ളത്. അപ്പൊ അവിടെ ഒരു കാരണവും ഇല്ല. അപ്പൊ സങ്കല്പിച്ചു കൊടുത്തത് മാത്രമല്ല, പഴയ കാലത്തെ പത്യകിതാബിൽ അല എന്നുള്ളത് പിൽക്കാലത്തെ പത്യകിതാബിൽ വെട്ടിയിട്ട് തഹത്താക്കിക്കുന്നത് മാറ്റിയിട്ടുണ്ട്. കിതാബിൽ തിരുമല നടത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഫത്തുൽമൻ നമ്മുടെ അങ്ങനത്തെ ഈ പത്യകിതാബ് നമ്മുടെ കയ്യിലുണ്ട്. അല എന്നുള്ള മുമ്പുണ്ടായിരുന്നത് തിരുത്തിയിട്ട് തഹത്താക്കിക്കുന്നത്. അപ്പോ ഈ വിഷയത്തിൽ നമ്മൾ തർക്കം വന്നു. അപ്പൊ നെഞ്ചുമ കൈവെക്കണം എന്ന് തന്നെയാണ്. നെഞ്ചെന്ന് പറഞ്ഞാൽ കാക്കൂട്ടത്തിൽ പറയാം, ചില ആളുകൾ ഇവിടെ കൈവെക്കലുണ്ട്, അതല്ല, കൃത്യമായി നെഞ്ചിന്റെ പുറത്ത് കൈവെക്കാൻ ഈ വിഷയത്തിൽ. അപ്പം നെഞ്ചിന്റെ പുറത്ത് കൈ കെട്ടുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. കുറെ ആളുകൾ നമ്മളെ കണ്ടെന്ന് അങ്ങനെ കെട്ടുന്നു. ഒരിക്കൽ ആൾക്കൂട്ട് പറയുമ്പോൾ നെഞ്ചത്ത് കൈ കെട്ടി ഒരാൾ നിസ്കരിച്ചിട്ട് ഞാനിങ്ങനെ നിസ്കരിക്കുന്ന ആളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി അയാൾ ആകെ തശ്വിഷാക്കി. ഞങ്ങളെല്ലാം മുത്താലിങ്ങളൊക്കെ കൂടി ചിരിച്ചിട്ട് നെഞ്ചത്ത് കൈ കെട്ടുന്ന ഒരാൾ കളിയാക്കി ആകെ തശ്വിഷാക്കി. അതായത് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ കുറെ ചീത്ത പിടിച്ചിട്ടാണ് പോയത്. അപ്പോ ആ ഓർമ്മ എനിക്ക് വന്നു, പഠിച്ചോലെ നെഞ്ചത്ത് കൈകെട്ടിയ ആളെ നമ്മൾ കളിയാക്കലോ. അപ്പൊ യഥാർത്ഥത്തിൽ നെഞ്ചത്താണല്ലോ കൈകെട്ടണമെന്നല്ല ഹദീസുള്ളത്. മാത്രമല്ല പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ അങ്ങനെയാണല്ലോ. അതിലും ഹിദായത്ത് പ്രസ്ഥാനത്തിൽ മനസ്സിലായി. പിന്നെ ഒരു പഠനമായിരുന്നു ഓരോ വിഷയങ്ങളെ കുറിച്ച്. അങ്ങനെയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ച് ഞാൻ എത്തുന്നത് യഥാർത്ഥത്തിൽ പിന്നീടാണ് തൗഹീദിന്റെ വിഷയത്തിലേക്ക് എത്തുന്നത്. അവിടെയും മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതിന്, മുജാഹിദ് പ്രസ്ഥാനം പറയണമല്ല, എന്റെ അഭിപ്രായത്തിൽ ഇസ്ലാം പറയുന്നതാണ് ശരി, സമസ്ത പറയുന്നത് തെറ്റാണ്. കാരണം ഇവിടെ 2 പ്രത്യയശാസ്ത്രങ്ങളാണ്. ഒന്ന് സമസ്തയുടെ പ്രമേയങ്ങൾ അടങ്ങുന്ന ഒരു പ്രത്യയശാസ്ത്രവും അതിന് കുറെ പാതിരിമാരും പ്രവർത്തകരും ഉണ്ട്. ഇപ്പുറത്ത് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രം ഖുർആനാണ്. ഖുർആൻ കഴിഞ്ഞാൽ അതിന്റെ വിശദീകരണമായ പ്രവാചകന്റെ ചര്യയാണുള്ളത്. അത് വിശദീകരിച്ച് മനസ്സിലാക്കിയത് സഹാബത്താണ്. അതിനുശേഷം താബിഈകൾ, തബഉ താബിഈകളുമാണ്. ഈ കൃത്യമായ ഒരു ഇസ്ലാം ഇപ്പുറത്തോ സമസ്തയുടെ പ്രമേയം അംഗീകരിക്കുന്ന ഒരു കൂട്ടരാണ്. കുറെ പണ്ഡിതന്മാർ തഖ്ലീദ് ചെയ്യുന്നവർ. ഇപ്പുറത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഖുർആനാണ് നമ്മുടെ പ്രത്യയശാസ്ത്രം. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനസ്സിലാക്കിയ സ്വഹാബത്താണ്. ഓതിക്കൊടുത്ത നബിതങ്ങൾ കേട്ട സ്വഹാബത്തായിരുന്നു. അവരുടെ കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ഓരോ വിഷയങ്ങളും തൗഹീദിന്റെ വിഷയം പരിശോധിക്കുമ്പോൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടു പഠിച്ച് നമ്പുരാനെ പ്രയാസത്തിലാണ് നമ്മളുള്ളത്. സത്യം പറഞ്ഞാൽ കോളേജിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ തീരുമാനിച്ചത് ഒരൊറ്റ സമസ്തയുടെ പള്ളിയിൽ ജോലിയിലാണ് തീരുമാനിച്ചു പോരുന്നത്. അങ്ങനെയാണ്
അങ്ങനെ ഞാൻ കോളേജിൽ നിന്ന് വരുന്ന ആ സനദ്ദാന സമ്മേളനത്തിൽ, അപ്പോൾ കോളേജിൽ എനിക്ക് 3ാം സ്ഥാനമുള്ളത്. കോളേജ് സനദിൽ 3 സ്ഥാനത്ത് 3ാം സ്ഥാനത്താണ്, 3rd റാങ്കാണ് എനിക്കുള്ളത്. അപ്പോൾ അറബിയിൽ പ്രസംഗിക്കാൻ കുറച്ച് കൽപ്പുള്ളതുകൊണ്ട് അറബി പ്രസംഗം ഉണ്ടാക്കിയിട്ട് ഉസ്താദിന് കൊടുത്ത് അറബി പ്രസംഗിച്ചത് ഞാനാണ്. അന്ന് പ്രസംഗമെല്ലാം കഴിഞ്ഞ് സനദ്ദാന സമ്മേളനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അസറത്തിന്റെ ഒരു പ്രസംഗം. അസറത്തിന്റെ പ്രസംഗം എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കും. എന്നെ ഈ വഴിക്ക് നയിച്ചത് അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾ പോകുന്ന ഗ്രൂപ്പുകളും പ്രശ്നങ്ങളുമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കിയ സത്യം നിങ്ങൾ തുറന്നു പറയും. കേരളത്തിൽ കാണുന്ന മറ്റു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പുകളൊന്നും ചേരുക. കൃത്യമായും നിങ്ങൾ പഠിച്ച ദീന്, നിങ്ങൾ പഠിച്ച സത്യം ജനങ്ങൾക്ക് തുറന്നു പറഞ്ഞു. രണ്ടാമത്തത്, ഇവിടുന്ന് തരുന്ന സർട്ടിഫിക്കറ്റ് ഒരിക്കലും നിങ്ങൾ വലിയൊരു പണ്ഡിതനാണെന്നുള്ള തെളിവല്ല, മറിച്ച് നിങ്ങൾക്ക് കിതാബ് നോക്കിയാൽ മനസ്സിലാകും, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് പഠിക്കുക, സത്യം കൊടുക്കുക. ഇന്നും എന്റെ കുറെ നാളുകൂടി ഞാൻ പറയും, ഞാൻ എൻ്റെ ഉസ്താദിന്റെ മാർഗത്തിലാണ്. പഠിക്കുക, സത്യം ഉൾക്കൊള്ളുക, പ്രചരിപ്പിക്കാൻ ഉസ്താദ് എന്നോട് പറഞ്ഞ അവസാനം ആ മാർഗത്തിലാണ് ഞാനുള്ളത്. ഞാൻ പഠിക്കുന്നു, സത്യം മനസ്സിലാക്കുന്നു, അതങ്ങനെ തന്നെ തുറന്ന് ജനങ്ങൾക്ക് പറഞ്ഞു. ആ സത്യം ഞാൻ കണ്ടെത്തിയതാണ് മുജാഹിദ് പ്രസ്ഥാനം. കോളേജിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. മുജാഹിദ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ബന്ധപ്പെട്ട് വീട്ടിൽ പ്രശ്നമായി, നാട്ടിൽ പ്രശ്നമായി, ഭയങ്കര പ്രശ്നം. കാരണം ഞങ്ങളുടെ കുടുംബം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു കുടുംബമായതുകൊണ്ട് തന്നെ എല്ലാവരും എതിർത്തു. എന്നെക്കുറിച്ച് ആളുകൾ പറഞ്ഞിരുന്നത് ഫാദർ അലവി പോയതുപോലെ പോയി എന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. അൽഹംദുലില്ലാഹ് പിൽക്കാലത്ത് സത്യമായി എൻ്റെ കുടുംബക്കാർക്ക് മനസ്സിലാകും. ഏകദേശം എൻ്റെ കുടുംബത്തിൽ എല്ലാവരും, ഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ ഈ പാതയിലാണ്. എൻ്റെ അനുജൻ, എൻ്റെ മുത്തുമാടെ മകൻ അനസാണ്. അവൻ ദർശനോദിയ അനസ്, അവൻ ഞാൻ തന്നെ റഹ്മാനിയിൽ പറഞ്ഞു വിട്ട് അവിടെ നിന്ന് ബിരുദമെടുത്ത് വന്നു. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ വളരെ കുറച്ച് വിശാലമായെങ്കിലും വളരെ ചുരുക്കിയിട്ട് തന്നെയാണ് ഈ വിഷയം പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് എന്നെ എത്തിച്ചാരെന്ന് ചോദിച്ചാൽ ശാഫിഈ ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാരും തന്നെയാണ് നമ്മൾക്ക് എന്നോട് വിളിച്ചു പറയാണ് ഗ്രന്ഥങ്ങൾ. പൊയ്ക്കോളൂ, ആ മാർഗമാണ് ശരി, പൊയ്ക്കോളൂ, ആ മാർഗമാണ് ശരിയെന്ന് എന്തോ വിളിച്ചു പറയുന്നത് പോലെ അങ്ങനെയാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളില്ലേ, സ്ത്രീ ജുമാ ജമാഅത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ഖുതുബയെ കുറിച്ചും ഒക്കെ ഉള്ള വിഷയമാണ് നിങ്ങളെ ഇതിലേക്ക് ആകർഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഏറെക്കുറെ ഈ പറഞ്ഞ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ സുന്നി പണ്ഡിതന്മാർ ഏകദേശമൊക്കെ അംഗീകരിച്ച ഒരു മട്ടാണ്. കാരണം ഇന്ന് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പോലെ ഹറാമാണെന്ന് പറയാൻ പോലും ഇപ്പോൾ അടുത്ത കാലത്തിൽ വാദപ്രതിവാദത്തിൽ വ്യവസ്ഥ എത്തിയപ്പോൾ ഹറാമാണ് എന്ന് എഴുതാൻ അവർ തയ്യാറായില്ല. അപ്പൊ മുമ്പ് ഹറാമാണെന്ന് പറഞ്ഞവർ ഇപ്പോൾ അത് ഹറാമല്ല, ഹറാമിന്റെ മട്ടിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്, ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തിത്തുടങ്ങി. എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന വിഷയത്തിൽ അവർ ഇപ്പോഴും അതിന് ഒരുപാട് തെളിവുകൾ കഴിഞ്ഞ കാല പണ്ഡിതന്മാർ പോലും അറച്ചു നിന്നിരുന്ന, പറയാൻ പഠിച്ചിരുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പോലും അതിനുവേണ്ടി അർക്കത്തുകളും അതിന്റെ വചനങ്ങളും മാറ്റിക്കൊണ്ടുവരെ അതിനുവേണ്ടി ശ്രമം നടത്തുന്നു. ഈ വിഷയത്തിൽ അവരുടെ ഈ പ്രവർത്തനം ഏറെക്കുറെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത് പോലെ ശരിയാണ് അവർ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ പറയാം. വിഷയത്തിൽ ഒരു പറയുന്ന തെളിവുകൾ ശരിയാണ്. അല്ല, അവരങ്ങനെ ഈ വിഷയങ്ങൾ അവരിപ്പോൾ പറയുന്നത് പ്രാർത്ഥന ഞങ്ങൾ അല്ലാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് പറയുന്നില്ല എന്നൊക്കെയാണ്. അപ്പോൾ അവർ പറയുന്ന ഭാഗമാണ് ശരി എന്നവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ പറയുന്നു അവര് ഈ അല്ലാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് അവർ അത്തരത്തിൽ ആ രൂപത്തിൽ അവർ പറയുന്നുണ്ട് എന്നതിലേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, പ്രാർത്ഥിക്കാൻ ഈ വിഷയത്തില് ഒരിക്കലും പിന്നെ ഇവര് കണ്ടെത്തുന്ന തെളിവുകളൊന്നും പര്യാപ്തമല്ല. ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവര് സമർത്ഥിക്കാറില്ല, നമ്മൾ പ്രാർത്ഥിക്കാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഈ വിഷയത്തിൽ നിന്നിരുന്ന ആളാണ്. മാത്രമല്ല ഞാൻ റാത്തീബുകളുടെ അമീർ വരെയായിരുന്നു. റാത്തീബിന്റെ ജലാലിയ റാത്തീബിന്റെ അമീറായിരുന്നു ഞാൻ. ഇപ്പോൾ ആലുവ കുഴിക്കാട്ടിന്റെ ഭാഗത്ത് ജലാലിയ റാത്തീബിന്റെ അമീറായിരുന്നു. അതുപോലെ ദിയാറത്ത് യാത്രകളിലൊക്കെ പോകുമ്പോഴൊക്കെ ഇവർ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അടിസ്ഥാനം ഇല്ല എന്ന് പറയാൻ കാരണം ഞാൻ എന്റെ അനുഭവം പറയാം. നാഗൂറിലും അജ്മീറിലും ജാഗൂറിലും ഏർവാടിലൊക്കെ പോകുമ്പോൾ ആ ഖബറിന്റെ അടുത്തേക്ക് തല ഇങ്ങനെ മുട്ടിയിട്ട് ഞാൻ
കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാനാ പറയണേ, എന്നോട് ഞാൻ ചെയ്ത കാര്യം പറയണേ, ഞാൻ പറയാണ്. നമ്മളെന്താണ് ഇത് ഇവരുടെ ഹക്ക് വർക്കത്തുകൊണ്ട് പ്രാർത്ഥിക്കണേ എന്നതിലുപരിയായിട്ട് ശേഖവറുകളെ ഞങ്ങളെ കാക്കണേ എന്ന നിലക്ക് നമ്മൾ പറയാറുണ്ടായിരുന്നു. കരഞ്ഞ് അങ്ങേറ്റം വിഷമത്തോടു കൂടി ഖബറിന്റെ പുറത്ത് തല വെച്ചിട്ട് കരഞ്ഞിട്ട് വീണ. ഞാൻ പറയാം, എന്തിനാ വെച്ചാൽ എന്റെ പെങ്ങളുടെ പുറം വേദന പ്രയാസം ഉണ്ടായപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് തല വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടാണ് പറയുന്നത്, എല്ലാ കാര്യം പഠിച്ചവരോടല്ല. ഇവര് അതിലെനിക്ക് പറയാനൊരു പോയിന്റ് ഇതാണ്, ഇസ്തിഗാസയും തവസ്സുലും. അതിനെ കുറിച്ച് എന്റെ ഒരു ഉസ്താദ് പറഞ്ഞൊരു ഉദാഹരണം ഇതാണ്. അദ്ദേഹം പറഞ്ഞത് തവസ്സുലും ഇസ്തിഗാസയും എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലന്റെ ആലയിൽ കിടക്കുന്ന ഇരുമ്പ് കട്ട മാതിരി, കൊല്ലന്റെ തീച്ചൂളയിൽ കിടക്കുന്ന ഒരു ഇരുമ്പ് കട്ട. പുറത്തു നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഇരുമ്പ് കട്ട ഏതാണ് തീക്കട്ട എന്ന് അയാൾക്ക് അറിയാൻ കഴിയില്ല. അതേ സമയത്ത് കൊല്ലനറിയാം താൻ ഇട്ടിരിക്കുന്ന ഇരുമ്പ് കട്ട ഏതാണ് തീക്കട്ട ഏതാണ്. ശരിയല്ലേ? ഇതുപോലെ തവസ്സുലും ഇസ്തിഗാസയും. ഇതിൽ ശിർക്ക് ഏതാണ് ശിർക്ക് അല്ലാത്തതാണെന്ന് പുറത്തു വെക്കാൻ സാധാരണക്കാരൻ അറിയില്ല. ഇവര് പറയണത് അല്ലാഹു അല്ലാത്തവരെ നമ്മൾ നേരെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല, മറിച്ച് അവരുടെ ഹക്ക് വർക്കത്തോട് നേടുകയാണ്. ഇത് സാധാരണക്കാരൻ തിരിയില്ല. അവരെന്ത് ചെയ്യാണ്? അവരോട് നേരിട്ട് വിളിക്കാൻ വേറെ തെളിവുകളോട് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇത് എന്റെ ഉസ്താദ് പറഞ്ഞത് തവസ്സുലും ഇസ്തിഗാസയും ഇങ്ങനെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. അനുവദനീയമായത് മാത്രം ചെയ്യുക, ശിർക്കായത് ചെയ്യരുത്. ഇത് പോയാൽ തീക്കട്ട പിടിച്ച പോലെയാണെന്ന് പറയും. ഇനി ഇവർ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള തെളിവുണ്ട്. ഇപ്പോ വിളിക്കുക എന്ന് പറയാം. ഇപ്പൊ മുഹിയുദ്ദീൻ ഷേഖിനെ വിളിക്കുന്നതിനെ കുറിച്ച് എന്താ പറയുമ്പോൾ അദ്ദേഹത്തിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും നിങ്ങളെ വിളിക്കാറ് അല്ലെ? നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നതിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകും. നിങ്ങൾ മരിച്ചു പോയതിനു ശേഷം നിങ്ങളെ വിളിക്കുന്നതിന് ഉദ്ദേശം എന്താ? നിങ്ങളെ കൊണ്ട് എന്താ ആവശ്യം എനിക്കുള്ളത്? എനിക്കൊരു കടം നീങ്ങണമെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ ജീവിച്ചേക്കാത്ത ഒരാളാണ്. അപ്പൊ ആ വിളിക്ക് എന്തൊക്കെയോ അർത്ഥമുണ്ടല്ലേ? സാധാരണ ഈ അവരിപ്പോ സ്ഥാപിക്കാറുള്ളത് അങ്ങനെയാണ്. ഇവിടെ ഇപ്പൊ ഒരു ചായ ഡോക്ടറെ സമീപിക്കുന്നതും ഒരു ഇസ്തിഗാസ എന്ന് പറയുമ്പോൾ അതും സഹായം തേട്ടമല്ലേ? ഒരു ഡോക്ടറോട് ചെന്ന് ഡോക്ടറെ രോഗം മാറ്റി തരണേ എന്ന് പറയുന്നത് സഹായം തേട്ടമല്ലേ? എങ്കിൽ ആ ഇസ്തിഗാസ സാധാരണക്കാരായ എല്ലാ മുജാഹിദുകളും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അവരും ശിർക്കല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് ഇസ്തിഗാസക്ക് ഈ രണ്ടർത്ഥം ഈ അർത്ഥം പറയാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ അതിനകത്ത് ഉദാഹരണം പറഞ്ഞത്, തീക്കട്ട ഏതാണ് ഇരുമ്പ് കട്ട ഏതാണെന്ന് തെളിവ് കൊല്ലനെ അറിയൂ. പുറത്ത് നിൽക്കുന്ന വരുന്നവനിക്ക് അറിയില്ല. അവന്റെ കണ്ണിൽ രണ്ടും തീക്കട്ടയാണ്. കൊല്ലന്റെ ആളിൽ കുറെ തീ ഇങ്ങനെ എരിയുന്നിട്ടും കാണുള്ളൂ. അതിനകത്ത് കിടക്കുന്ന ഇരുമ്പ് കട്ട ഏതാണെന്ന് വ്യക്തമായി കാണാൻ അവർക്ക് കഴിയില്ല. ഇതുപോലെ ഇസ്തിഗാസയും തവസ്സുലും അനുവദിക്കുന്നുണ്ട്, ശിർക്കുണ്ട്. എല്ലാ ഇസ്തിഗാസയും ശിർക്കാണ് നമ്മൾ പറയുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോ ഈ വിഷയത്തിൽ അപ്പോ ഇവർ പറയണ ഇപ്പൊ ഞാൻ നിങ്ങളോട് ആ പേനങ്ങട്ട് എടുത്താടി എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു സഹായാർത്ഥനയാണ്. പക്ഷെ അത് പറയുമ്പോൾ എനിക്ക് ഒരു സാധാരണ സ്വാഭാവികമായ സഹായം, അതൊരു ഭൗതിക നിലക്കുള്ള. നിങ്ങൾ മരിച്ചതിന് ശേഷം ഞങ്ങളെ വിളിക്കാണ്, ആ പേന തരിയും, നിങ്ങളൊരു പേന എത്തിച്ചു തരിയും എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ്. അത് ഇത് രണ്ടും തുല്യമല്ല. ഇത് രണ്ടും തുല്യാണെന്ന് പറയുന്നത് ഇരുട്ടും വെളിച്ചവും തുല്യാണെന്ന് പറയുന്നത് തുല്യാണ്. ഇരുളും വെളിച്ചവും തുല്യം. ഖുർആൻ പറയുന്നില്ലേ, ഇരുളും വെളിച്ചവും തുല്യമല്ല, രാവും പകലും തുല്യമല്ല, മരണവും ജീവിതവും തുല്യമല്ല, ഖുർആനല്ലേ പറഞ്ഞു. അപ്പോ ഇതുപോലെ എന്താണ്, ഇത് രണ്ടും തുല്യമല്ല, ഉറപ്പാണ്. ഇനി ഒരു വിളിക്കണില്ലേ, വിളിക്കുന്ന ഇപ്പൊ ഈ ഇത് കുത്തുബിയത്ത് എടുത്തു നോക്കും. കുത്തുബിയത്തില് അവിടെ ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഫൽ യദ്ഉ, അപ്പോൾ അവൻ വിളിക്കട്ടെ. ആരെ വിളിക്കാൻ? ജീവിച്ചിരിക്കണ